റിവ്യൂ പറയണോ? ഇവര് മറുപടി കൊടുക്കണം. റിവ്യൂ പറയണം. അല്ലെങ്കിൽ ഇവിടെ തല്ലുന്ന വീഡിയോ 100% ഗ്യാരണ്ടി ഒരു എൻ്റർടൈനറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും വേഗം തന്നെ തിയേറ്ററിൽ പോയി കാണും. ഇതിൽ ആക്ഷനുണ്ട്, കോമഡിയുണ്ട്, നന്നായിട്ട് ചിരിച്ചു. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കോമഡിയാണ്. താങ്ക് യു. ചേട്ടാ ഇതിലെ ആർട്ടിസ്റ്റ് ആണല്ലേ? കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല. ഒന്ന് പറയാമോ എന്താണ് ചെയ്തതിൽ? ധീരൻ എന്ന് പറഞ്ഞ സിനിമയിൽ മനോജേട്ടൻ്റെ കൂടെയുള്ള നമ്മുടെ ബംഗാളി ക്യാരക്ടർ ചെയ്ത ഞാനാണ്. ആ ക്യാരക്ടർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ടോട്ടലി സിനിമ നല്ല സിനിമയാണ്. ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ത്രില്ലറാണ്. ഇതിൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് മനോജ് കെ ജയനെ പോലെ മനോജേട്ടനെ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റിനെ കൂടെ ചെയ്യാൻ പറ്റിയതിലും അതിലൂടെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. കണ്ടപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ ഈ ഒരു അപ്പിയറൻസ് അല്ല അതിലും, അതുകൊണ്ട് തന്നെ അധികം ആൾക്കും തിരിച്ചറിയുന്നില്ല. എങ്കിലും തിയേറ്ററിൽ ആ ക്യാരക്ടർ വരുമ്പോൾ ആളുകളുടെ കയ്യടിയും ചിരിയും ഒക്കെ നന്നായിട്ടുണ്ട്. അത് ആസ്വദിച്ചു. എല്ലാവരും കാണുക. നല്ലൊരു എന്താ പറയുക കോമഡി ത്രില്ലറാണ് നമ്മുടെ ധീരൻ. ദേവദത്ത് ഷാജിക്കും കൂട്ടർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. സൂപ്പർ പടമല്ലേ? നമ്മുടെ ഭീഷ്മപർവ്വത്തിൻ്റെ റൈറ്റർ ദേവദത്ത് ഷാജി അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും ഫാമിലിയൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം. നമ്മുടെ അശോകൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, വിനീത് ചേട്ടൻ, സുധീഷ് ചേട്ടൻ, പിന്നെ നമ്മുടെ അങ്ങനെ ഒരു മനോജ് കെ ജയൻ ചേട്ടൻ, അങ്ങനെ ആ ഒരു 90 കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ കോമഡി വീണ്ടും ഒരു യൂണിയൻ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം. തീർച്ചയായിട്ടും ഓരോ ചെറിയ പോയിന്റ് പോലും നമുക്ക് തിയേറ്ററിൽ ഫുള്ള് ആർത്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ രാജേഷ് മാധവ് ആയാലും അശ്വതി ആയാലും എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അമ്പിളി എന്ന് പറയുന്ന അമ്മ വേഷം ചെയ്തിരിക്കുന്ന നായകൻ്റെ അമ്മയായിട്ട് അവരും നല്ല ഉഗ്രം. ഗീതി സംഗീത അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല, അത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവർക്കും പ്രാധാന്യം. പിന്നെ ബംഗാളിയായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഡയറക്ടറായിരുന്നു അദ്ദേഹം. കലാകാരന്മാരൊക്കെ പഴയ നമ്മുടെ ടീമുകളൊക്കെ പറയുകയാണെങ്കിൽ ജയജി ചേട്ടൻ, മനോജ് ചേട്ടൻ, പിന്നെ അങ്ങനെ ഒരുപാട് ആ പഴയ ക്യാരക്ടറിലെല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് തകർത്തിട്ടാണ് ആ പടം അങ്ങനെ ആക്കിയത്. ഇത് ധീരൻ തന്നെയാണ്. ധീരൻ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നല്ലപോലെ കോമഡി വർക്കൗട്ടായിരുന്നു. പിന്നെ മരണമാസം നമ്മൾ കണ്ടാണല്ലോ, രാജേട്ടൻ്റെ ഒരു പടം, ഒരു വെറൈറ്റി മൂവിയാണ്. അതിനാളി അതിൻ്റെ അതേ ഒരു കട പിടിക്കുന്നൊരു പടമാണ്. അത്രയും നല്ല പെർഫോമൻസ് ആണ്. എല്ലാ ആർട്ടിസ്റ്റും കോമഡി ആയപ്പോൾ തോന്നി ഇതിലുള്ള മൊത്തം ഒരു സീരിയസ് മറ്റേ എന്താ പറയുക, ഈ ജയദീഷ് ചേട്ടനും മുകേഷ് ചേട്ടനും ഇവരൊക്കെ പാടെ പണ്ടുള്ള ജോഡികളുണ്ടാകുന്നില്ലേ, അതേ ഒരു കോമ്പിനേഷൻ തോന്നും. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല വർക്കൗട്ടായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അത്രയും നല്ല പെർഫെക്റ്റാണ്. മൂവീനെ പറ്റിയിട്ട് വില്ലൻ തമിഴ് വില്ലനാണെങ്കിലും അയാൾ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം തന്നെ വിനീതേട്ടം ഒരു തിരിച്ചുവരും, ഒരു വൺ ബാക്കായി ഇങ്ങോട്ട് കുറേ കാലത്തിന് ശേഷം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടാണ്. വിനീതേട്ട കോമഡിയാണോ? നൈസായിട്ടുള്ള കോമഡിയാണെങ്കിലും അത് നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട്. പിന്നെ മനോജ് ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. എല്ലാവരും ചെറിയ ചെറിയ റോളിൽ വന്നവരൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടാണ്.